ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഒരുപാട് പേർക്ക് അറിയാവുന്ന റെസിപ്പിയാണിത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും പിന്നെ കുക്കിംഗ് പഠിച്ചു വരുന്നവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി കാണിക്കുന്നത്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, നല്ല എരിവും പുളിയൊക്കെയുള്ള മീൻ മുളകിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്കൊരു മസാല പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 6 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും രണ്ടും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളിയുടെ പകുതി, ഇതുപോലെ ഒരു പകുതി തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ ഉലുവ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം. 10-12 ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇവിടെ ഒന്ന് വാടി തുടങ്ങുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1-2 തണ്ട് കറിവേപ്പില ചേർക്കാം. പിന്നെ പച്ചമുളക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 5 വെളുത്തുള്ളി ചതച്ചതും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നതാണെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പകുതി തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പേസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയിലാണ് പേസ്റ്റ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഒരു പേസ്റ്റിൽ ചേർത്തിട്ടുള്ള തക്കാളിയുടെയും മറ്റ് പൊടികളുടെയൊക്കെ ഒരു റോ സ്മെൽ ഉണ്ടാവില്ലേ, റോ ടേസ്റ്റ് നല്ലവണ്ണം മാറിക്കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളത്തിലാണ് ഒരു 1/4 കപ്പ് അളവിൽ ചൂടുവെള്ളത്തിൽ പുളി കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ. ഇതുവരെ കറിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിളപ്പിച്ചെടുക്കാം. കറി ഇവിടെ ഇപ്പം നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അയില പോലെ തന്നെ, അയിലേക്കാളും ടേസ്റ്റാണ് ഇതിലേക്ക് മത്തി ചേർക്കുമ്പോൾ. മത്തി മുളകിട്ടത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഫ്ലെയിം ഒട്ടും കൂടാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റൊക്കെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 15 മിനിറ്റ് ആയപ്പോൾ തുറന്നു നോക്കിയതാണ്. കറി നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട്. കുറച്ച് ഉപ്പ് കുറവാണ്, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. കറി കുറച്ചുകൂടി ഒന്ന് കുറുകി വരാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അയല മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇന്ന് തയ്യാറാക്കിയിട്ട് നാളെ കഴിക്കുന്നതാണെങ്കിൽ അപാര ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് നന്നായിട്ട് അങ്ങ് കൂടി വരും. ഈ കാണുന്നത് പോലെയല്ല, ഇതിലും കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ മുളകിട്ടത് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്